ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മാവലിക്കര മാർത്തോമാ യുവൻ സംഗീതത്തിൻ്റെ ഈ ഒരു വർഷത്തെ 25 നോയമ്പിനോട് ചേർന്ന് നടക്കുന്നതായ ധ്യാനങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും നമുക്കെല്ലാവർക്കും പ്രചോദനത്തിനും കാര്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും യുവൻ സംഗീതത്തിനും എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങൾക്കും ദേശനിവാസികൾക്കും പ്രത്യേകമായി അറിയിക്കുന്നു. ക്രിസ്മസ് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു കാലവും അനുഗ്രഹത്തിൻ്റെ ഒരു കാലവുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അനുഗ്രഹകരമായി നമ്മൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും അതിനോട് ചേർന്നുള്ള എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും പറയുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിന് സമാധാനത്തിൻ്റെ പ്രഭുവായി നമ്മളോടെല്ലാവരോടും കൂടെ ഇരിക്കുന്ന ആ ദൈവം ഓരോ ദിവസവും നമ്മളെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ കഴിഞ്ഞ 11 മാസം മാത്രമല്ല 12-ാം മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നന്മകളും നമുക്ക് ഉണ്ടാകുന്നത് ഈ പ്രത്യേകമായ സാഹചര്യങ്ങളോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ധ്യാനിക്കുമ്പോഴും കർത്താവിൻ്റെ ജനനത്തെ ഓർക്കുകയും ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ചെറിയ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ ജനനം എനിക്കും നിങ്ങൾക്കും ഈ ലോകർക്കും സന്തോഷത്തിൻ്റെതാണ്. 2, ഇതൊരു സുവിശേഷമാണ്. 3, ഇത് വലിയ ഒരു സന്ദേശമാണ്. ഒന്നാമത്തേത് നമുക്ക് സന്തോഷത്തിൻ്റെത്. എന്താണ് കാരണം? അത് അവൻ രക്ഷകൻ നമുക്ക് വേണ്ടി ജനിച്ചു എന്നുള്ളതാണ്. ദൈവജനം കാത്തിരുന്നതായ ഒരു രക്ഷകൻ ഈ ലോകത്ത് ഇന്ന് അസമാധാനത്തിന് നടുവിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിൽ, മറ്റ് പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ, കാലാവസ്ഥാ പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിലായിരിക്കുന്ന ജനത്തിന് എന്നും ക്രിസ്തു മാത്രമാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. 2, ഞാൻ പറഞ്ഞു, ഇതൊരു സുവിശേഷമാണ്. ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ നല്ല വിശേഷം അത് എല്ലാവർക്കും പകരുകയാണ് നമ്മളെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ദൈവത്തിൻ്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടം വിവിധ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ യുവൻ സഖ്യം, മറ്റ് സംഘടനകളൊക്കെ ചെയ്യുന്നതായ ചെറുതും വലുതുമായ പ്രവർത്തികൾ, കരുണയുടെ പ്രവർത്തനങ്ങൾ, ആർദ്രതയുടേതായ ജീവിതങ്ങൾ, മറ്റനേകരെ ശുശ്രൂഷിക്കുന്നതായ ആലയങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ കൂടെ ഈ സുവിശേഷത്തെ നമ്മൾ പകരുകയാണ്. അതെ, നമ്മുടെ യുവൻ സഖ്യത്തിനും ഈ സന്ദേശങ്ങൾ കൂടെയും പ്രവർത്തനങ്ങൾ കൂടെയും ഇത് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. 3-ാമത്തേത് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു സന്ദേശം? ഈ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സമാധാനത്തോടുകൂടെ ജീവിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, പുലരുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ അസ്തമയം വരെയും നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളുക, അവൻ നമുക്ക് ഒരു സന്ദേശവാഹകനായി നമ്മളെയും ഈ ലോകത്ത് നിലനിർത്തിയിരിക്കുന്നു. ആ സന്ദേശം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വർഷം, അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ കാലഘട്ടം, ഈ നൊയമ്പ് നമുക്ക് ഏറ്റവും അർത്ഥവത്തായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. യുവൻ സഖ്യാംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ കാത്തുകൊള്ളട്ടെ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.